ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു 13 വർഷത്തെ കഥ കൂടി പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ആ കഥ ഞാൻ ആദ്യമേ പറഞ്ഞ് ത്രില്ല് കളയുന്നില്ല, കഥയൊക്കെ വഴിയേ പറയാം കേട്ടോ. പുതിയ വർഷത്തിലെ നമ്മുടെ ഫസ്റ്റ് റെസിപ്പി അല്ലേ, അല്പം മധുരത്തോടു കൂടി നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഗാജർ ഹൽവയാണേ. ഗാജർ ഹൽവ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അത് ക്യാരറ്റ് ഹൽവയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ടി നമ്മളിവിടെ 1 കിലോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും ഏലക്കയും വേണം. ഞാനൊരു 3 ഏലക്ക അരി മാത്രം എടുത്ത് പഞ്ചസാരയോടൊപ്പം പൊടിച്ച് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തത്. നമ്മുടെ കിസ്മിസും ക്യാഷും ഇതുപോലെ എടുത്തിട്ടുണ്ട്, നെയ്യിൽ ഫ്രൈ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 1 കിലോ ക്യാരറ്റിൻ്റെ ഹൽവയാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു ചൂട് കട്ടിയുള്ള ഒരു ഉരുളിപ്പാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മുടെ കിസ്മിസും കാഷ്യൂനട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ആ നെയ്യിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 1 കിലോ ക്യാരറ്റിൻ്റെ അളവാണ് ഞാനിവിടെ ഓരോ കാര്യങ്ങളും പറയുന്നത്. നമ്മൾ ഈ ക്യാരറ്റ് നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് അതൊന്ന് വഴറ്റി എടുക്കാനായിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക്, അതായത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് വീണ്ടും ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. 1/2 ലിറ്റർ പാലിനെ ഞാനിവിടെ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ഈ പാലിൽ വറ്റി വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഹൈ ഫ്ലെയിം ഒന്നും വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ആ പാല് കുറച്ചൊന്ന് വറ്റി വന്നപ്പോഴത്തേക്കും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും നമ്മളിതിലേക്ക് ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതുകൂടി ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മളിവിടെ കൊടുക്കുന്നത് മിൽക്ക് പൗഡറാണ്. ഞാനിവിടെ 10 രൂപയുടെ 2 എവരിഡേയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് കോവയ്ക്ക് പകരം ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ക്യാരറ്റ് ഹൽവയുടെ പിന്നിലുള്ള കഥ കൂടി എൻ്റെ കൂട്ടുകാർക്ക് അറിയണ്ടേ. അതായത് ഞാൻ ഈ ഭോപ്പാലിൽ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 13 വർഷത്തോളമായി. നമ്മളിവിടെ വന്ന സമയത്തൊക്കെ തണുപ്പ് സമയത്ത് റിസപ്ഷനൊക്കെ പോകുന്നത് സമയത്തേ നമുക്ക് ഈ മധുരത്തിൽ നമുക്ക് ഈ ഗാജർ ഹൽവ കൂടി കിട്ടുമായിരുന്നു. അന്ന് എൻ്റെ ഹസ്ബൻഡ് ആവശ്യപ്പെട്ടതാണ് ഇതുപോലൊരു ഐറ്റം, അതായത് ഈ ഗാജർ ഹൽവ വീട്ടിലൊന്ന് ഫ്രൈ ചെയ്യണമെന്നുള്ളത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. ഇപ്പോഴാണ് എനിക്ക് ആ സമയം വന്ന് കിട്ടിയത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മൾ ക്യാഷും കിസ്മസും ഫ്രൈ ചെയ്ത് വെച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഗാജർ ഹൽവ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. സംഭവം സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാനായിട്ടില്ല. നമ്മൾ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം എളുപ്പമാണ്. അപ്പോൾ ഹസ്ബൻഡിന് കൊടുത്തിട്ട് സാറ്റിസ്ഫാക്ഷൻ അറിയാമേ. ഗാജർ ഹൽവ നമ്മുടെ 13 വർഷം കാത്തിരുന്നു ഈ ഗാജർ ഹൽവയ്ക്ക് വേണ്ടിയിട്ട്. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. മധുരമൊക്കെ കറക്റ്റാണോ, എന്തെങ്കിലും കുറവുണ്ടോ? മധുരമൊക്കെ കറക്റ്റാ.